അടുത്ത ലൊട്ടിലെടുക്ക് പരിപാടിയായിട്ട് എത്തിയിട്ടുണ്ട്. മുട്ട വാങ്ങിച്ചപ്പോൾ കിട്ടിയ ട്രേ ആണ്. കുറേ നാളായിട്ടിരിക്കുന്നതാണ്. എന്തായാലും ഇതിന് കുറച്ച് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 6 ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം കീറിപ്പോയി കേട്ടോ. അങ്ങനെ 5 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കാണെങ്കിൽ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് കളറാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാട്ടോ. കൊണ്ടുവന്ന് അടിച്ചപ്പോഴാണ് മനസ്സിലായത് സിൽവർ കളറാണെന്ന്. പൂവിൻ്റെ ഇതളുകൾക്കൊക്കെ ഓറഞ്ച് കളറാണ് കൊടുത്തത്. ഇതാണെങ്കിൽ ഫോട്ടോയിൽ കാണാൻ ഈ സിൽവറും ഓറഞ്ചും കൂടി നല്ല രസമുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ പേപ്പർ പ്ലേറ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫുൾ അടിച്ചെടുക്കണമായിരുന്നു. അങ്ങനെ ഇത് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണങ്ങാൻ നല്ല പാടായിരുന്നു. ഫാനിൻ്റെ കീഴിൽ കുറേ നേരം വെച്ചെങ്കിലും റെഡി ആയില്ല. പിന്നെ ഈ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ഒന്ന് ഉണക്കിയെടുത്തത്. പിന്നെ അടിയിൽ കുറച്ച് പച്ച കളറിലെ പുല്ലുകൂട്ട് വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പുല്ലുകൂട്ടൊന്നും ആയിട്ടില്ലെന്നുണ്ടെങ്കിലും ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പശി ഒട്ടിക്കലായിരുന്നു മെയിൻ പരിപാടി. ഇത് വെച്ചിട്ട് ഒട്ടുമോ എന്നുള്ളതായിരുന്നു സംശയം. 5 മിനിറ്റ് ഒന്ന് അമർത്തി പിടിച്ച് വെച്ചപ്പോഴത്തേനും ഒരുവിധം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 5 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിൽവർ കളറിന് പകരം ഒരു പർപ്പിൾ കളർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫോട്ടോയിൽ പക്ഷേ അത്ര അങ്ങോട്ട് എടുപ്പില്ലായിരുന്നെങ്കിലും നേരിട്ട് കാണാൻ പർപ്പിൾ കളർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സിൽവർ ആണോ ഈ പർപ്പിൾ ആണോ നല്ലതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഫോട്ടോയിൽ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് സിൽവർ ആണ് നല്ലതെന്നാണ്. പക്ഷെ നേരി കാണാൻ പർപ്പിൾ ആട്ടോ നല്ലത്. പൂവിന്റെ തണ്ട് വരയ്ക്കാൻ വേണ്ടി ബ്രൗൺ കളറാണ് എടുത്തത്. പക്ഷെ ഇത് വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തോന്നിയത് ആദ്യമേ ഇത് വരച്ചതിന് ശേഷം ഇത് ഒട്ടിക്കേണ്ടതായിരുന്നു. എന്താ വെച്ചാൽ മുകളിലുള്ള പൂവിന്റെ തണ്ട് വരയ്ക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഇല വെച്ച് വരയ്ക്കാനുണ്ടായിരുന്നു. അതും മുകളിലത്തെ പൂവിന്റെ ഇല വരയ്ക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഉണങ്ങി കിട്ടുന്ന ഒരു ഇച്ചിരി താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടായേ.